സോ ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി മൈൻഡ്ഫുൾനെസ്സിന്റെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ ഒരിക്കൽ കൂടി ഒന്ന് നേരിൽ കാണാൻ, മനസ്സുകൊണ്ടൊരു നന്ദി പറയാൻ, ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു റിഫ്ലക്ഷനും ഒക്കെ കൊടുക്കാൻ ഒരു അവസരവും കൂടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ആന്റണി സാറിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒന്ന് വീക്ഷിക്കാം. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാം. കഴിഞ്ഞ വർഷം കിട്ടിയ പുതിയ അറിവുകളെ പുതിയ വർഷത്തിലേക്ക് ഉപയോഗിക്കാം. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആന്റണി സാർ. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് വർഷാവസാനത്തിന് മുൻപ് ന്യൂ ഇയറിനെ കുറിച്ചുള്ള തണുപ്പുകാലമാണ്, ഒരു ക്ലാസ് എടുത്തിരുന്നു. ഈ വർഷം നമ്മൾ എന്തിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു. ഏകദേശം ഞാൻ ഒരു നവംബർ മാസത്തോടു കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഒരു തീരുമാനത്തിലെത്തി. ഈ ഒരു വർഷം നമ്മൾ 12 ക്ലാസ് ഉണ്ട്. ഈ 12 ക്ലാസ്സിൽ എല്ലാം സാധിക്കുന്നിടത്തോളം ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ അതേക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ മാനസികമായ നിലയിൽ എന്ത് വ്യത്യാസം വരും, അതുപോലെ നമ്മളുടെ ശാരീരികമായിട്ടുള്ള ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നമ്മളുടെ ബ്രെയിനിൽ എന്തെല്ലാം മാറ്റം വരും. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ സുസ്ഥിതിയെ വളരെയേറെ വളർത്തുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മലയാളികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ പൊതുവെ മനുഷ്യരെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പൊതുവെ ഞാൻ ജനറലായിട്ട് പറയുകയാണ്. ഒന്ന്, എന്തിനും കേൾക്കുമ്പോഴേക്കും ദൈവത്തിന് നന്ദി എന്ന് നമ്മൾ പറയാറുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഏതെങ്കിലും വ്യക്തികളോട് ചില സന്ദർഭങ്ങളിൽ മാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പഠിച്ചവരാണ് നമ്മൾ. ഓക്കെ, ഞാനിത് ഈ അടുത്ത പ്രാവശ്യത്താണ് അതേക്കുറിച്ച് കൂടുതൽ പറയുന്നത്. ഏതായാലും വർഷാവസാനവും വർഷത്തിന്റെ ആരംഭവുമാണ്. 2025 അവസാനിച്ചു, 2026 ആരംഭിച്ചു. അപ്പൊ അധികം നാളായില്ല, ഇപ്പം നമുക്ക് ഇന്ന് 7 ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ സമയത്ത് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് റിഫ്ലക്ഷൻ, ഓണറിങ് ദി ഇയർ ദാറ്റ് വാസ്, അതിനെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ പല ആളുകളും അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവർ ദേവാലയങ്ങളിൽ, പള്ളികളിൽ അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോവുകയും ദൈവത്തിന് നന്ദി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്, ഓക്കെ. പക്ഷെ നമ്മൾ അതിൻ്റെ ആഴം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഒരു വർഷത്തിൻ്റെ. അതുപോലെ തന്നെ ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിനെ, ആ ഒരു ഇതിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നു. 25 കഴിഞ്ഞ് 26 വന്നു, ആ ഒരു ടൈമാണ്. ആ ടൈമിന്റെ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ വർഷത്തെ കണക്കാക്കുന്നത്. നമ്മൾ അറിയാതെ, പക്ഷെ നമ്മൾക്ക് ആവശ്യമില്ല. അതേസമയം ആ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ പല തീരുമാനങ്ങളും പല പ്രതിജ്ഞകൾ എടുക്കുന്നുണ്ടെങ്കിലും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അതൊന്നും നടക്കാതെ ജനുവരി 17-ാം തീയതി അതിനെല്ലാം കുഴിച്ചു മൂടി വീണ്ടും നമ്മൾ പഴയപടിയാകുന്ന ഒരു രീതിയുണ്ട്. അത് അറിയാതെ പോകുന്നതാണ്, നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായി നമ്മൾ ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച് അത്രയും വർഷങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും പിന്നെ അതൊരു ദുഃഖമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ വർഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു ഇടവേള, അല്ലെങ്കിൽ ഒരു ചിന്തിക്കാനുള്ള ഒരു ടൈം എന്ന നിലയിലാണ് ഈ ക്ലാസ്സിനെ ഞാൻ കാണുന്നത്. അതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് പങ്കുവയ്ക്കാം. നമ്മൾ കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ചിന്തകൾ പലപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രിസിയേഷൻ പലർക്കും ഉണ്ടാകും. ചിലരെ സംബന്ധിച്ച് റിഗ്രറ്റ് ആൻഡ് സെൽഫ് ജഡ്ജ്മെന്റ് ആണ്. ഒത്തിരി പാളിപ്പോയി എന്നുള്ള ആ ഒരു ചിന്തകൾ ഉണ്ടാകും. അതുപോലെ നിരാശയായിരിക്കാം, ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം മാറിപ്പോയി എന്നുള്ളതുണ്ട്. ചിലരെ സംബന്ധിച്ച് ചിലപ്പോൾ റിലീഫായിരിക്കും, അല്ലെങ്കിൽ വളരെ മാനസികമായോ ശാരീരികമായോ ക്ഷീണിതരായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ഇനി പുതുവർഷത്തിലേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ട രീതിയിലുള്ള കുറെ ഹോപ്പുകൾ, പ്രതീക്ഷകളും കുറെ ആന്റിസിപ്പേഷൻസ് എല്ലാമായിട്ടാണ് നമ്മൾ പുതിയ വർഷത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ചില പുതിയ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ്, സൗഹൃദങ്ങൾ, മറ്റേതെങ്കിലും അവനവനോട് തന്നെയുള്ള കണക്ഷൻ ആകാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ പുതിയ വർഷത്തിലേക്ക് വരുന്നത്.
പുതുവർഷം നമുക്ക് തരുന്ന ഉത്തേജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ഓൺ, കൂടുതലായിട്ട് ചെയ്യുക. ഇപ്പൊ ഈ പ്രത്യേകിച്ച് ഈ ജനുവരി മാസത്തിൽ ഉണ്ടാകും, അത് കഴിയുമ്പോഴത്തേക്ക് അത് പയ്യെ താനെ തളർന്നു പോകും. ഡു ബെറ്റർ, കഴിഞ്ഞ വർഷത്തേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാനാണ്. സ്റ്റാർട്ട് ഫ്രഷ്, എല്ലാം മാറി അല്ലെങ്കിൽ പുതുതായിട്ട് ഒന്നുകൂടി നോക്കുക. ഇവിടെയാണ് പ്രതിജ്ഞയുടെയൊക്കെ പ്രസക്തി വരുന്നത്. അപ്പൊ ഇതാണ് പുതിയ വർഷം നമുക്ക് തരുന്നത്. ഇനി ഓണറിങ് ദി ന്യൂ ഇയർ, അല്ലെങ്കിൽ പഴയ വർഷത്തെ ഇത് ചെയ്യുക, അതുപോലെ തന്നെ കൃതജ്ഞതയോടുകൂടി കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, ഇതുകൊണ്ട് കൂടുതൽ ആഴത്തിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്നത് പ്രസൻസ് ആണ്. നമ്മളുടെ ആ സാന്നിധ്യം, അല്ലെങ്കിൽ ഈ പ്രസന്റ് മൊമെന്റിനെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ അത് അനുഭവിക്കുക, മൊമെന്റ് ടു മൊമെന്റ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അതിന് പകരം നമ്മൾ ജഡ്ജ്മെന്റിനെ മാറ്റുക. ജഡ്ജ്മെന്റലായിട്ടുള്ള മൈൻഡ് മാറ്റിയിട്ട് നമ്മൾ കൂടുതൽ പ്രസൻസിലേക്ക് വരിക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെയും അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ മനസ്സമാധാനത്തെ എല്ലാം കെടുത്തിക്കളയുന്നതാണ് ജഡ്ജിമെന്റൽ മൈൻഡ് എന്ന് പറയുന്നത്. അതില്ല, നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ അത്രയേറെ ഐഡന്റിഫൈ ചെയ്തു പോയി. മൊമെന്റിൽ നമ്മൾക്കുണ്ടാകുന്ന ആ വ്യത്യാസങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു. പ്രസൻസ് എന്ന് പറയുന്നതിന്റെ ആ ഡൈമെൻഷൻ എന്താണെന്ന് നമുക്ക് ആർക്കെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഭൂരിപക്ഷം മനുഷ്യരും അറിയുന്നില്ല. അതനുസരിച്ച് ആരും ജീവിക്കുന്നുമില്ല, ലോകത്തുള്ള ഭൂരിപക്ഷം മനുഷ്യരെ സംബന്ധിച്ചു. ദെൻ നമുക്ക് ഈ പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഉള്ളതിനേക്കാൾ ഒന്ന് ജസ്റ്റ് ഒരു ഇടവേള എടുത്തു, പോസിങ് എ മൊമെന്റ് ആൻഡ് നോട്ടീസിങ് വിത്ത് കൈൻഡ്നെസ് ആൻഡ് ഓണസ്റ്റി. നമ്മൾ സത്യസന്ധതയോടുകൂടി കൂടുതൽ കൈൻഡ് ആയിട്ട്, കൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെയുള്ള കൈൻഡ്നെസ്സിനെ കുറിച്ച് നമുക്ക് ആദ്യമേ ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ഇതിനെ കുറിച്ച്. പിന്നെ മറ്റൊന്ന്, ഈ വിറ്റ്നസ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെയും അതുപോലെ തന്നെ ആ പ്രസൻസിന്റെയും മറ്റൊന്നാണ് ജെന്റിൽ വിറ്റ്നസിങ്. നമ്മൾ സാക്ഷികളായിത്തീരുന്നു, ആ സാക്ഷി ഭാവം നമ്മൾ നിലനിർത്തുക. ദെൻ ഈച്ച് മൊമെന്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നമുക്ക് നമ്മൾ ഓരോ മൊമെന്റിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ടൈം മാറുന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സിലാണ് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടുണ്ടായ കണ്ടീഷനിങ്ങിന്റെ ഫലമായിട്ട് നമ്മൾ ടൈം മാറുന്നു എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ ടൈം മാറുന്നില്ല, കലണ്ടറുകളും ബാക്കിയുള്ളതേ ഉള്ളൂ. ആദിമ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ടൈം ആകെ ഉണ്ടായിരുന്നത് രാത്രിയും പകലുമായിരുന്നു. അതല്ലെങ്കിൽ പിന്നീട് അവന് രാവിലെ, ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരം, ഇങ്ങനെയുള്ളത് ആ ഒരു ടൈമിലാണ് അവൻ ജീവിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട രീതിയിൽ നമുക്ക് ടൈമിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് നമുക്കുണ്ടായി. പക്ഷെ നമുക്ക് അവിടെയൊക്കെ നഷ്ടപ്പെടുന്നത് ന്യൂ ഇയറിനെ കുറിച്ച്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കുറിച്ചും ഈ വർഷത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്യുന്ന കാര്യം, നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു വർഷം എന്ന് പറയുന്നത് 25 ഇനിയിപ്പോൾ 26 നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ക്ലോഷർ അല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. ആ വർഷത്തെ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് പകരം അക്സെപ്റ്റൻസിന്റെ ഒരു ഭാഗം കൂടിയുണ്ട്. ഓക്കെ, അത് ഞാൻ വിശദീകരിക്കാം. ഇനി അടുത്തത്, നമുക്ക് അക്നോളജ് ദി ഇമ്പാക്ട് ഓഫ് യുവർ നെർവസ് സിസ്റ്റം. അടുത്തത് നമ്മളുടെ നെർവസ് സിസ്റ്റം. കഴിഞ്ഞ ഡിസംബർ അവസാനത്തെ ക്ലാസ്സിൽ ഞാൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞതാണ്, ഏതെല്ലാം രീതിയിലാണ് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മളുടെ ആ നെർവസ് സിസ്റ്റത്തിന്റെ ആ പ്രവർത്തനത്തെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് അവേഴ്സെൽസ്, നമ്മളുമായിട്ട് കൂടുതൽ സൗഹൃദം, കൂടുതൽ കമ്പാഷൻ, കൂടുതൽ കൈൻഡ്നെസ്, കൂടുതൽ പ്രസൻസ്, ഇതെല്ലാം നമ്മുടെ പുതുവത്സരത്തിന്റെ, അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ അവസാനത്തിന്റെയും പുതുവത്സരത്തിന്റെയും ഭാഗമായി മാറേണ്ടതാണ്. മറ്റൊന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, നമ്മളുടെ ഇന്നർ ലൈഫിനെ കുറിച്ചുള്ള ഒരു റിഫ്ലക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. കാരണം എങ്ങനെയാണത് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓരോ മൊമെന്റിലും നമ്മൾ എങ്ങനെയാണ് ആ കാര്യങ്ങൾ അറിയുന്നത്, എടുക്കുന്നതെന്നും, കാരണം അത് വളരെ 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 വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നർ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, നമ്മൾ ഒരു വർഷത്തിന്റെ ഏറ്റവും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഏറ്റാണ് ലെസ് ബേർഡൻഡ്, മോർ ഗ്രൗണ്ടഡ്, മോർ അവൈലബിൾ ആൻഡ് മോർ പ്രസന്റ് എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ വാക്കുകൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രസന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൈലബിൾ, അല്ലെങ്കിൽ അറൈവിങ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക്
ഇംഗ്ലീഷ് പദത്തിന്റെ ആ വാക്കുകളോ അല്ലെങ്കിൽ മലയാളത്തിന് അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാക്കുകളല്ല. പക്ഷെ അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ അർത്ഥം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നോട്ട് ബിക്കമിങ് ബട്ട് അറൈവിങ് എന്നുള്ളതാണ് ഈ പുതുവർഷത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ എന്തോ ആയി തീരണം എന്നുള്ളതല്ല. ആയിത്തീരുക, ബിക്കമിങ് എന്ന് പറഞ്ഞാല് ഓവർകമ്മിങ് എന്നാണ്. നമ്മൾ അല്ലാത്ത എന്തോ ഒന്ന് ആയിത്തീരുക എന്നുള്ളതാണ്. ബട്ട് അറൈവിങ് മീൻസ്, അറൈവൽ എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അറൈവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3-4 വശമുണ്ട്. നമ്മളൊരു സ്ഥലത്ത് ഇപ്പം എത്തിച്ചേരുന്നു. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കോട്ടയത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നമ്മൾ ടൂറിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേ ജോലിക്ക് ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നു. ഐ റീച്ച്ഡ് സേഫ്ലി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ആ റീച്ചിങ് എന്ന് പറയുന്നതും അറൈവിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ്സിനകത്ത്. അറൈവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 4 തരത്തിലുള്ള എന്താണ് നമ്മളുടെ 4 തരത്തിലാണ് നമ്മൾ ഒരു മൊമെന്റിൽ നിന്നും വേറൊരു മൊമെന്റിലേക്ക്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നിന്ന് വേറൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്തുന്നത്. ഒന്നാമത്തേത് നമ്മളുടെ പെർസെപ്ഷൻ അറൈവിങ്ങിന്റെ ഒരു ഭാഗമാണ്. ബിക്കമിങ് ഈസ് ഡിഫറെന്റ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ അത് ആയിത്തീരുന്നു എന്നുള്ളതിനേക്കാൾ അറൈവ് ചെയ്യുക അല്ലെങ്കിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളുടെ പെർസെപ്ഷനാണ്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മളുടെ പെർസെപ്ഷൻ. രണ്ടാമത്തത് നമ്മളുടെ വികാരങ്ങളാണ്. നമ്മൾ ആ ഏത് വികാരത്തോടു കൂടിയാണ് നമ്മൾ ചെല്ലുന്നത്. മൂന്നാമത്തത് നമ്മളുടെ വികാരം ഞാൻ പറഞ്ഞു, പെർസെപ്ഷൻ, ഇമോഷൻസ്, ദെൻ അവർ ഫീലിങ്സിന്റെ ഉണ്ട്. മറ്റൊന്ന് നമ്മളുടെ ശരീരം. അത് അങ്ങനെ ഈ 3-4 കാര്യങ്ങൾ ഒരുമിച്ചാകുന്ന സമയത്ത് മാത്രമേ നമ്മൾ എത്തിച്ചേരുന്നുള്ളൂ, ഈ നിമിഷത്തിൽ എത്തിച്ചേരുന്നുള്ളൂ. ഇന്ന് ബുധനാഴ്ചയാണ്. ചൊവ്വാഴ്ചയിൽ നിന്ന് നമ്മൾ ബുധനാഴ്ചയിലേക്ക് എത്തിച്ചേരുന്നു. അറൈവിങ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മൾ പറയുമ്പോഴേക്കും നമ്മളുടെ വിചാരങ്ങൾ, നമ്മുടെ പെർസെപ്ഷൻ, അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ നമ്മുടെ ശരീരം, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുന്നിടത്താണ് നമ്മൾ മൈൻഡ്ഫുൾനെസ്സിൽ നമ്മൾ അറൈവ് ചെയ്യുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പഴയ വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലേക്കുള്ള നമ്മൾ കാലെടുത്ത് കുത്തുമ്പോൾ നമുക്ക് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ എടുക്കുന്നത്? പലപ്പോഴും നമ്മൾ ആഘോഷങ്ങളിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് ഡിസംബർ 31 പറയുന്നത് വലിയൊരു ആഘോഷത്തിന്റെ ദിവസമാണ്. പുതുവർഷം ആരംഭിക്കുന്നത് തന്നെ വളരെ ക്ഷീണിതരായിട്ടാണ്. നമ്മൾ ആഘോഷിച്ചാലും ആഘോഷിച്ചില്ലെങ്കിലും നമ്മൾ ക്ഷീണിതരായി പോകും. കാരണം വീട്ടിലിരിക്കുന്ന, കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന നമ്മളൊക്കെ ഈ പടക്കം പൊട്ടിയിരും, ഈ ഒച്ചകളും ബഹളങ്ങളും ഇത് അനുവാദനീയമാണ് ഇവിടെയൊക്കെ. അപ്പൊ അത് കഴിയുമ്പോഴേക്കും നമ്മളും ക്ഷീണിതരായിത്തീരുന്നു. പിന്നെ മറ്റു പല ഭക്ഷണം കഴിച്ചതിന്റെ, മദ്യപിച്ചതിന്റെ, ഇതിന്റെ എല്ലാം വിഷമത്തോടു കൂടി നമ്മൾ പുതിയ വർഷം ആരംഭിക്കുന്നത് വളരെ ക്ഷീണിതരായിട്ടായിരിക്കും. വരെയോ അല്ലെങ്കിൽ കൂടുതൽ സമയം കിടന്നുറങ്ങിയിട്ടൊക്കെയാണ്. അപ്പം ആദ്യത്തെ വർഷത്തിന്റെ ആ ഊർജം നമുക്ക് വളരെ കുറവായിരിക്കും. ഒന്നാമത്തത് റിഫ്ലക്ഷൻ, വിചിന്തനം എന്ന് പറയുന്നത്. നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വിചിന്തനം എന്ന് പറയുന്നത് ഇതൊരു ടേപ്പ് റെക്കോർഡിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തമായതോ അവ്യക്തവുമായിട്ടുള്ള ഏതെങ്കിലും നമ്മളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ ഒരു റീപ്ലേ ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അതങ്ങനെയല്ല. വാസ്തവത്തിൽ നമ്മൾ അത് റിഫ്ലക്ഷൻ, നമ്മൾ ആക്റ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇടവേള, അല്ലെങ്കിൽ ഒരു പോസ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മളുടെ എക്സ്പീരിയൻസിനെ, നമുക്കുണ്ടായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സെറ്റിൽ ചെയ്യുകയാണ്. സെറ്റിൽ ചെയ്തെന്നാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ സന്തോഷത്തിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെതായിരിക്കാം, പോസിറ്റീവ്, നെഗറ്റീവ്, ഇങ്ങനെയുള്ള എല്ലാ എക്സ്പീരിയൻസിനെയും നമ്മൾ സമന്വയിപ്പിക്കുവാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് വേണം. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായ വിജയങ്ങൾ, അതോടൊപ്പം തന്നെ പരാജയങ്ങൾ വേണം. സന്തോഷവും ദുഃഖവും എല്ലാത്തിനെയും സമന്വയിപ്പിക്കുന്ന ആ ഒരു അക്സെപ്റ്റൻസിന്റെ മനോഭാവം നമ്മൾക്ക് പുതുവർഷത്തിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ വർഷത്തിലാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾക്കുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള അതിനെ നമ്മൾ ഉപേക്ഷിക്കുകയല്ല. അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു മനോഭാവം എന്ന് പറയുന്നത് നമ്മുടെ തിക്താനുഭവങ്ങൾ മാത്രമല്ല, എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ടുള്ള കൂടുതലായിട്ട് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് കൂടുതൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.
അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾക്കുണ്ടായിട്ടുള്ള ക്ഷീണങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ടെൻഷൻ, റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ സ്ട്രെസ്, ഇതിനെയെല്ലാം ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. പലപ്പോഴും നമ്മൾ പുതിയ ഒരു ജീവിതം, ഞാൻ കഴിഞ്ഞ ഡിസംബറിലെ അവസാനം എടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് നമ്മളുടെ ബോഡി അറിയണം, നമ്മളുടെ ശരീരം, നമ്മളുടെ നെർവസ് സിസ്റ്റം കൂടി അറിയുകയും അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നമ്മളുടെ ചിന്താഗതിയിൽ മാത്രം മാറ്റം വരുത്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാനും അത് നിലനിർത്താനും നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സാംശീകരിക്കുക എന്ന് നമുക്ക് വേണേൽ പറയാം. ഡൈജസ്റ്റിംഗ് എന്ന് പറയുന്നത് ദഹനമല്ല, ഇവിടെ സാംശീകരിക്കുക. എല്ലാത്തിനെയും നമ്മൾ സാംശീകരിച്ചുകൊണ്ട് വേണം പുതിയ ഒരു വർഷത്തിലേക്ക് നമുക്ക് കടന്ന് നീങ്ങാനുള്ളത്. അല്ലെങ്കിൽ നമ്മളുടെ ആ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒന്നിനെയും ഒഴിവാക്കുകയല്ല, എല്ലാറ്റിനെയും കൂടെ കൊണ്ടുപോകുന്നു. പക്ഷെ നമ്മൾ അതിന്റെ ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ആ വിസ്ഡം, അതാണ് നമ്മൾ ക്യാരി ഓവർ ചെയ്യാൻ നമ്മൾ നോക്കുന്നത്. ഇനി പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പുതിയ വർഷം എന്ന് പറയുന്നത് അൺസ്പോക്കൺ ഡിമാൻഡിലേക്ക് ഇംപ്രൂവ് കൂടുതലായിട്ട് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനം ഞാൻ ഉദ്ദേശിക്കുന്ന പ്രതിജ്ഞയാണ്. ദെൻ മറ്റു ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രായോഗികമായിട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാത്ത ഒന്നിനെ കൂടുതലായിട്ട് നമുക്ക് ചെയ്യുക. ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ, അത് കുറച്ചുകൂടി മെറ്റീരിയൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പഠനം, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യപരമായ കാര്യങ്ങളായിരിക്കണം. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ളതിനെ നമ്മൾ അതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത്. ദെൻ നമ്മളുടെ പാസ്റ്റിനെ നമുക്ക് മുഴുവനായിട്ടും ലീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ അതും നമ്മൾ ചെയ്യണം. അതിൻ്റെ ഗ്രൻസ് അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തി രേഖകൾ എന്താണെന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയുകയും അതിനനുസരിച്ച് നമ്മൾ പെരുമാറുകയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയും ചെയ്യണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് ഈ പുതിയ വർഷത്തിന്റെ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിലും കൂടുതൽ വ്യഗ്രതയും കൂടുതൽ അതുപോലെയുള്ള ചിന്താഗതികളും നേടണം എന്നുള്ള രീതിയും വരുന്നത് കൊണ്ട് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് പോലെ എനിക്ക് ശ്വാസം വിടാൻ എനിക്ക് നേരമില്ല എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ അടുത്തത് മൈൻഡ്ഫുൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് റിമൈൻസ് അസ് മീനിങ് ഫുൾ ബിഗിനിങ്, ഒരു അർത്ഥവത്തായ ഒരു തുടക്കം. നമുക്ക് ഇനിയും ഇപ്പം ജനുവരി 7 ആയിട്ടേ ഉള്ളൂ, നമുക്ക് ഇനിയും ഒരു അർത്ഥവത്തായ ഒരു തുടക്കം നമുക്ക് സാധിക്കും. ദെൻ എ സെൻസ് ഓഫ് കംപ്ലീഷൻ നമുക്ക് എല്ലാ ദിവസവും വേണം, അതുപോലെ വർഷത്തിലും വേണം. നമുക്കൊരു സെൻസ് ഓഫ് കംപ്ലീഷൻ നമുക്ക് വേണം, ദിവസം തീരുന്നത്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, അതായത് ഓരോ പുലരിയും പുതുവർഷമാണ്, അല്ലെങ്കിൽ ഓരോ നിമിഷവും പുതുവർഷങ്ങളാണ്. കാരണം നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ നെർവസ് സിസ്റ്റം അത് പുതുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആ പുതുക്കൽ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ശരീരത്തിന്, നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ നമ്മൾ ഈ പറയുന്ന ഈ പുതുക്കൽ എന്ന് പറയുന്ന അതിലേക്ക് പോകാം. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകുക, കുതിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ വി ഹാവ് ടു അറൈവ് എന്നുള്ള അതിന്റെ അർത്ഥം ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് എത്തിച്ചേരൽ എന്ന് പറയുന്നത്, അറൈവിങ് എന്ന് പറയുന്നത് നമ്മളുടെ ശാരീരികം, മാനസികം, വൈകാരികം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള നമ്മളുടെ ആ പ്രസൻസിനോട് കൂടിയാണ് നമ്മൾ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ എത്തിച്ചേരുന്നത്. ഒരു ദിവസം കഴിഞ്ഞ് 6-ാം തീയതി കഴിഞ്ഞ് 7-ാം തീയതിയിലേക്ക് വരുമ്പോഴും നമുക്ക് അങ്ങനെയാണ്, നാളത്തെ ദിവസവും അങ്ങനെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമ്മളുടെ റിഫ്ലക്ഷൻ. എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. റിഫ്ലക്ഷൻ ഈസ് നോട്ട് അബൌട്ട് റീപ്ലേയിങ്, ബട്ട് ഇറ്റ് ഈസ് എ ക്രിയേറ്റിംഗ്, സെറ്റിലിങ്ങിന്റെ അതാണ്. മറ്റൊന്ന് നമ്മൾ സമഗ്രതയിൽ അതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ ജീവിതാനുഭവങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ വിചാരങ്ങളെ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ ഒരു ബ്രേക്ക് നമുക്ക് ആവശ്യമുണ്ട് പുതിയ വർഷത്തിൻ്റെത്. ദെൻ അതുപോലെ തന്നെ റിലീസിങ് ടെൻഷൻ. നമുക്ക് നമ്മുടെ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്, നമുക്ക് അഭികാമ്യമല്ലാത്ത നെഗറ്റീവായിട്ടുള്ള ഭാവാത്മകമല്ലാത്ത കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കുക കൂടി ചെയ്യണം. അങ്ങനെ അംഗീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു ഭാഗം മാത്രം നമ്മൾ എടുക്കുന്നു. ആരോഗ്യവാനായിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നു,
അത് ജലദോഷമാകട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തില്ല. പക്ഷെ അവിടെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പലരും അല്ലെങ്കിൽ ഭൂരിപക്ഷം മനുഷ്യർക്കും സാധിക്കാതെ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ളത്. അതിനെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങളെ, അത് ഏതെങ്കിലും തരത്തിൽ ഉള്ളതായിക്കൊള്ളട്ടെ, ചിലപ്പം മറ്റുള്ളവർ നമ്മളെ തിരസ്കരിക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ടത് നീതി കിട്ടാതെ പോകുന്നതായിരിക്കാം. ഇതെല്ലാം അതിന്റെ ഭാഗമാണെന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് പുതുവർഷത്തിന്റെ ഒരു പുതിയ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥ റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ ഭാഗമാണ്. ഇത് സ്വീകരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് നമ്മളിൽ തന്നെ ഡിവിഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ശത്രുക്കളാകുന്നു. കാരണം കിട്ടാതെ പോയ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ സ്ട്രെസ്സും മറ്റുള്ളവരോട് ദേഷ്യവും എല്ലാം മാറിപ്പോകുന്നത്. ഡൈജസ്റ്റിംഗ് ദ ഇയർ, നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും നമ്മൾ കൂടുതലായിട്ട് അത് ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ കുതിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്കുണ്ടായിരിക്കുന്ന നമ്മളുടെ സിസ്റ്റത്തിൽ, നമ്മളുടെ അനുഭവങ്ങളിൽ ഇതെല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്ത് എല്ലാം നമുക്ക് സന്തോഷമുള്ളതും ദുഃഖമുള്ളതും നമുക്ക് എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അതിനെല്ലാം ഒരുമിച്ച് ചേർത്ത് അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഓരോ നിമിഷങ്ങളെ കുറിച്ചുള്ളതുപോലെ തന്നെ ഒരു വർഷത്തിന്റെ ഒരു ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരും എല്ലാ ജീവജാലങ്ങളും തീർച്ചയായിട്ടും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. കാരണം ലൈഫ് എന്ന് പറയുന്നത് അതാണ്. ഇപ്പം നിസാരം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് വിശപ്പുണ്ടാകുന്നു, അതെല്ലാ ജീവികൾക്കും ഉണ്ടാകുന്നുണ്ട്. അതൊരു സ്ട്രെസ്സാണ്, സ്ട്രെസ്. അപ്പൊ ആ സ്ട്രെസ്സും അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതേസമയം മറ്റു മൃഗങ്ങൾ അതൊക്കെ തന്നെത്താൻ കണ്ടുപിടിക്കണം. അപ്പൊ അതും അവരെ സംബന്ധിച്ച്, പക്ഷെ അവരത് സ്ട്രെസ്സായിട്ട് എടുക്കുന്നില്ല. വിശപ്പിനെ കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. കിട്ടുന്നതിനെ കുറിച്ചുള്ള ആ ഒരു എങ്ങനെ സമ്പാദിക്കും, ഏതെല്ലാം തരത്തിൽ നമുക്ക് ആരെയെല്ലാം പറ്റിച്ച് ജീവിക്കാം എന്നുള്ള ആ ഒരു രീതിയിലല്ലോ മൃഗങ്ങൾ ജീവിക്കുന്നത്. ഓക്കെ, ദെൻ പലപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ കുറവാണ് മനുഷ്യരൊക്കെ പൊതുവെ. എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ ഇതൊരു നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു പാസീവായിട്ടുള്ള തോട്ടായിട്ടാണ് നമ്മൾ പലപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിനെ കാണുന്നത്. എല്ലാവരും അതെ. ഞാനത് കൂടുതൽ ഇന്ന് പറയാത്തതിന്റെ കാരണം നമുക്ക് അടുത്ത ആഴ്ചയിൽ അടുത്ത ആഴ്ചയിലല്ല, അടുത്ത ടോക്കിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നത് കൊണ്ട് ഏതാനും ടോക്കുകൾ അതേക്കുറിച്ച് പറയാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് പലപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് എവറിത്തിങ് വർഷാവസാനം ചോദിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷം എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് ഈ നമ്മളുടെ കോട്ടയം, എനിക്ക് തോന്നുന്നു ഇടുക്കി ഭാഗത്തുള്ള ആൾക്കാർ പറയുന്ന ഒരു ഭാഷയാണ്. പലർക്കും അത് ഇഷ്ടപ്പെടാറില്ല. കുഴപ്പമില്ലെന്നല്ല പറയേണ്ടത്, നന്നായിരുന്നു അല്ലെ തരക്കേടില്ല എന്നുള്ളതാണ് ഈ ഭാഷ. ഇത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞുകൊണ്ട് പലരും എന്നെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റ് ജില്ലകളിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ കുഴപ്പമില്ലെന്നായിരിക്കും അവർ പറയുന്നത്, നന്നായിരിക്കുന്നു എന്നോ അങ്ങനെയൊക്കെയുള്ള പല വാക്കുകളുണ്ട്. എനിക്ക് തോന്നുന്നു റോയ് സാർക്ക് അല്ലെങ്കിൽ സാബു സാർക്ക് ഇത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് കരുതുമെന്ന് തോന്നുന്നു. അതായത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു ഇല്ലേ, അങ്ങനെ ആ ഒരു അർത്ഥത്തിലായിരിക്കും ഞാൻ കരുതുന്നു. ഓക്കെ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എവറിത്തിങ് ഇങ്ങനെ ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ചിന്തയല്ല വേണ്ടത്. മൈൻഡ്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ഡസ് നോട്ട് എറൈസ് ഡിഫിക്കൽറ്റി. അതാണ് നമ്മളൊരു വർഷത്തെക്കുറിച്ച് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എടുക്കുമ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, നമ്മളുടെ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഡിസപ്പോയിന്റ്മെന്റ്സ്, ഇതെല്ലാത്തിനെയും കൂട്ടി എടുക്കുന്ന ഒന്നായിരിക്കണം. കിട്ടിയതുപോലെ തന്നെ നഷ്ടപ്പെട്ടതിലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്ന് ചുരുക്കം. അതിന്റെ അർത്ഥം ഇറ്റ് അലൗസ് ഓൾ ഓഫ് us ടു ബി പ്രസന്റ്. അതായത് നമ്മളുടെ ആ പ്രസൻസിനെ, നമ്മളുടെ ആ സാന്നിധ്യത്തെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾക്ക് കിട്ടിയതും കിട്ടാത്തതും നഷ്ടപ്പെട്ടതും സന്തോഷവും ദുഃഖവും എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ ശരിക്കുള്ള മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരാകുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ഒരു വർഷത്തിന്റെ ആ ബുദ്ധിമുട്ടുകളിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പരീക്ഷണങ്ങളാണ്. ഓരോ അനുഭവങ്ങളും, ഓരോ തിരസ്കാരങ്ങളും, ഓരോ
ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ സ്വീകരണങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നത്, നമുക്ക് അർഹിക്കുന്നത് തരുന്നത്, നമ്മുടെ നേരെ ഒന്ന് പുഞ്ചിരിക്കുന്നത് എല്ലാം പോസിറ്റീവായിട്ടുള്ള എടുത്തുള്ളൂ. എങ്കിൽ തന്നെ അതിനെക്കുറിച്ചല്ലല്ലോ നമ്മൾ കൂടുതലും വേവലാതിപ്പെടുന്നത് അല്ലെങ്കിൽ പരാതിപ്പെടുന്നത്, നമുക്ക് ദുഃഖിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ അനുഭവത്തിന്റെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ നമ്മൾ തിരസ്കരിക്കപ്പെടും, ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മൾ വേദനിക്കുക. എന്തുമാത്രം അനീതികൾ ലോകത്ത് നടക്കുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഒരു രാജ്യത്തിന്റെ തലവനെ പോയി അവിടെ പോയി പിടിച്ചുകൊണ്ട് വരിക, ഉദാഹരണം. അയാളെ ഇപ്പം ഞാനതിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ഇതുപോലെ തന്നെ എന്തെല്ലാം അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഇതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നുള്ള ആ ഒരു മനോഭാവം നമ്മൾക്ക് ഉണ്ടാകണം. അതിലും നമ്മൾക്ക് നന്ദി പറയാനുള്ള അല്ലെങ്കിൽ അതും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമായിട്ട് നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ദുഃഖങ്ങൾ, നമ്മളുടെ ഡിസപ്പോയിന്റ്മെന്റ്സ്, എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനും നമ്മൾ നന്ദി പറയണം. കാരണം അതൊരു ലെസനാണ് നമുക്ക് തരുന്നത്. ദെൻ വി ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ ഈവൻ വെൻ തിങ്സ് ഡിഡ് നോട്ട് ടേൺ ഔട്ട് ആസ് വി ഹോപ്ഡ്. എല്ലാ കാര്യങ്ങളും അപ്പം അത് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. ദെൻ ഓണറിങ് ദ ഹോൾ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ജോയ്, സ്ട്രെയിൻ, റെസീലിയൻസ്, ഫറ്റീഗ് ഓൾ ബിലോങ് ടുഗദർ. നമ്മുടെ ആ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമഗ്രത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അതായത് നമ്മൾ ഒരു വർഷത്തെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ജോയ് മാത്രമല്ല, അല്ലെങ്കിൽ ഹാപ്പിനെസ് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളുടെ ലാഭം മാത്രമല്ല, നഷ്ടങ്ങളും അതേസമയം നമുക്കുണ്ടായിട്ടുള്ള റെസീലിയൻസ് അല്ലെങ്കിൽ കഷ്ടങ്ങൾ, ഇതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, ഒരുമിച്ച് കാണാനും അതിന് നന്ദി പറയാനും അതിനെ റെസ്പെക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആ ഒരു മനോഭാവം, അല്ലെങ്കിൽ അത് ഇതിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കത് അത്യാവശ്യമുള്ള കാര്യമാണ്. അടുത്തത്, നമ്മളൊരു വർഷത്തെ അല്ലെങ്കിൽ ആ ഒരു വർഷത്തിന്റെ സമയത്തെ നമ്മൾ മുഴുവനായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരു വർഷം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ജനുവരി, ഫെബ്രുവരി അങ്ങനെയുള്ളതിനേക്കാൾ നമ്മൾ വർഷത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ വർഷത്തെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു പാക്കേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടൈമിന്റെ ഒരു നിശ്ചിത കാലഘട്ടമായിട്ട് എടുക്കുമ്പോൾ ആസ് എ ഹോൾ അതിനകത്ത് നമ്മളുടെ എഫേർട്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഇതിനെ നമ്മൾ ഒന്നായി നമ്മൾ കാണുകയും അതിനെ നമ്മൾ ബഹുമാനിക്കുക അല്ലെങ്കിൽ അതിനെ നന്ദി പറയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അഭിലഷണീയമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് മനസ്സമാധാനവും സന്തോഷവും തരുന്നത്. ദെൻ അടുത്തത് നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ ആരും തന്നെ പറയാനും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ആരും തന്നെ പറയാത്ത ഒരു കാര്യമാണ് റിമെമ്പർ. അതായത് നമ്മളുടെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി റിമെമ്പേഴ്സ്. അതായത് നമുക്കറിയാം നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് 7 വർഷം കഴിയുമ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് നമ്മൾ ഒരു പുതിയ മനുഷ്യൻ അല്ലെങ്കിൽ പുതിയ ശരീരമായി മാറുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമായിരിക്കും ബയോളജിക്കലി. കാരണം അത് ദാറ്റ് മീൻസ് ബോഡി റിമെമ്പേഴ്സ്, അല്ല റീപ്ലേസസ് എവറിത്തിങ്, ദ ഹോൾ ബോഡി. അപ്പം അത് നമ്മളുടെ സെല്ലുകൾ നശിക്കുന്നു, പുതിയ സെല്ലുകൾ മില്യൺസ് സൃഷ്ടിക്കപ്പെടുന്നു, അത് വീണ്ടും റീപ്ലേസ് ചെയ്തു, ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തില്, നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഓൾ സ്കാർസ് അല്ലെങ്കിൽ മുറിവുകൾ, എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും എല്ലാം തന്നെ എല്ലാ വിചാരങ്ങളും അനുഭൂതികളും എല്ലാം നമ്മളുടെ ശരീരം അറിയുന്നുണ്ട്. ആ ശരീരം അറിയുന്നുണ്ടെങ്കിൽ നമ്മളുടെ നെർവസ് സിസ്റ്റം അറിയുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മളുടെ ഹോൾ ഇയറിന്റെ ഒരു ഭാഗമാണത്. അപ്പൊ നമുക്കുണ്ടായിട്ടുള്ള സ്ട്രെസ് റെസ്പോൺസുകൾ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ടൈമിലാണ് നമ്മൾ മാറുന്നത്, അല്ലേ? 2025 കഴിഞ്ഞ് 2026 വരുമ്പോഴേക്കും നമ്മൾ ടൈമിനെയാണ് നമ്മൾ മാറ്റാൻ നമ്മൾ നോക്കുന്നത്, സമയത്തെ. എന്നാൽ സത്യത്തിൽ സമയം മാറുന്നില്ല. അതേസമയം നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കുണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് അത് ഒരു വർഷത്തിന്റെ, ഇപ്പം അല്ലെങ്കിൽ 70 വയസ്സുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ 2025 ജീവിച്ചിരുന്ന ആളുകളാണെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും ശരീരം അവരുടെ സ്ട്രെസ് റെസ്പോൺസ്, അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സന്തോഷത്തിന്റെ അനുഭവങ്ങളും എല്ലാം ഇതെല്ലാം ശരീരം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരീരത്തിന്റെ നെർവസ് സിസ്റ്റം അത് അറിഞ്ഞിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കുകയും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള ഈ കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതും
ഇതിനെ അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങളെ, നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന്റെ ആ ഭാഗത്തെ അംഗീകരിക്കുന്ന ആ രീതിയിലുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് മാറണം. സോ ദ ബോഡി ടു നീഡ്സ് എ ഇൻക്ലൂഡ് ദി ഓണർ ഇയർ. നമ്മളുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന്റെ അതുകൂടി നമ്മൾ ഓണർ ചെയ്യാൻ, നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാകണം. ദെൻ അടുത്തത് എംബോഡീഡ് മെമ്മറി എക്സ്പീരിയൻസസ്. നമ്മളുടെ അനുഭവങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതാണ് നമ്മുടെ ബ്രെയിനിൽ മാത്രമല്ല, ബ്രെയിൻ അറിയുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഹോൾ നെർവസ് സിസ്റ്റം അനുസരിച്ച് അത് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഏതെങ്കിലും ഒരു ഭീഷണി വരികയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ മാത്രം അറിഞ്ഞിട്ടല്ല, അത് നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് അത് ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടതെന്ന് അനുസരിച്ചാണ് നമ്മളെ കൂടുതൽ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വെല്ലുവിളികളുടെ ജീവഹാനി ഉണ്ടാകുന്ന അവസരത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ഇത് മുഴുവൻ ശേഖരിക്കപ്പെടുകയും ബ്രെയിനിൽ മാത്രമല്ലാതെ നമ്മളുടെ ശരീരത്തിന്റെ ഹോൾ നെർവസ് സിസ്റ്റത്തിനെ അറിയുന്നത് കൊണ്ട് അതിനെ കൂടി, അത് നമ്മളുടെ അനുഭവങ്ങളുടെ ഒരു എംബോഡീഡ് ആയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവത്തിൽ നിന്നാണ് ശരിക്കുള്ള നമ്മളുടെ വിസ്ഡം നമ്മൾ രൂപപ്പെടുത്തുന്നത്. നമ്മളുടെ അറിവ് അല്ലെങ്കിൽ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള അറിവോ അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറി, ഇതിൽ നിന്നൊക്കെ പറയുന്നത് എംബോഡീഡ് ആയിട്ടുള്ള ഇത് വരുന്നത് നമ്മളുടെ വിസ്ഡം എന്ന് പറയുന്നത് ഇതിനെയെല്ലാം സാംശീകരിച്ച് ഇതിനെല്ലാം ഡൈജസ്റ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു അറിവ് അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യക്തതയെ, അതിനെ ആണ് നമ്മൾ ഈ വിസ്ഡം എന്ന് പറയുന്നത്. ഓൾ സ്റ്റോർഡ് എക്സ്പീരിയൻസസ്, അതിന് നമ്മളുടെ ശരീരത്തിലെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, എ മൊമെന്റ് ഓഫ് എംബോഡീഡ് റിഫ്ലക്ഷൻ. എ മൊമെന്റ്, നമ്മൾ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് പലപ്പോഴും നമ്മൾ ചെയ്യാത്ത ഒരു ഇതുണ്ട്. നമുക്കിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാൻ ഞാൻ നമുക്ക് 1 മിനിറ്റ് എടുക്കുന്ന ആ ഒരു എക്സസൈസ് നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. നമ്മളുടെ ആ അനുഭവങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് എംബോഡീഡ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ നമുക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. സോ പ്ലീസ് ക്ലോസ് യുവർ ഐസ്. So notice your breath as it is. No need to change anything. The flow of the air. Now you gently ask your body, what do you remember about last year? You don't need to get an answer or an image or anything. Just ask. Just to have a reflection. And if you have any sensation, emotions, anything that arises in your body, just observe. Just observe your breath and the sensations of your body, and then the thoughts. Okay. So, നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് വാട്ട് ഗ്രാറ്റിറ്റ്യൂഡ് റിയലി ഡസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ്ഫുൾനെസ് ഈസ് നോട്ട് എ ലിസ്റ്റ് ഓഫ് മേക്കിംഗ് എക്സസൈസ്. അല്ലെങ്കിൽ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ഗ്രാറ്റിറ്റ്യൂഡ് ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നാമത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെവൽ എന്ന് പറയുന്നത് ദൈവത്തിന്, എല്ലാത്തിനും ദൈവത്തിന് നന്ദി. ഓക്കെ, ഇത് പലപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വരുന്നതാണ്, നമ്മുടെ കണ്ടീഷൻഡ് ആയിട്ടുള്ള മൈൻഡിൽ നിന്നുണ്ടാകുന്നതാണ്. വി ഡോണ്ട് മീൻ ദാറ്റ്. ഇപ്പം ഡിസ്കഷന്റെ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. രണ്ടാമത്, നമ്മൾ പലപ്പോഴും വ്യക്തികൾക്ക് മാത്രമേ നമ്മൾ താങ്ക്സ്, അതും പറയാറില്ല. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ പറയാം. നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മൾ എത്രയോ ആ രീതിയിൽ വ്യക്തികൾക്ക് തന്നെ നമ്മൾ ഒരു താങ്ക്സ് പറയാറില്ല. അതിൻ്റെ പല ഉദാഹരണങ്ങൾ നിങ്ങളുടെയൊക്കെ ഉണ്ട്, എനിക്കും പറയാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ആളുകളെ സഹായിച്ചാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഇത് കിട്ടുമ്പോഴേക്കും നമ്മൾ ആ വ്യക്തികളോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അല്ലെങ്കിൽ ഈ ദൈവം അല്ലെങ്കിൽ വ്യക്തി, ഇതിനകത്താണ് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ
നമ്മളുടെ ആ എക്സ്പീരിയൻസിനെ നമ്മൾക്ക് ഉണ്ടാകുന്ന എല്ലാ എക്സ്പീരിയൻസിനോടും നമ്മൾ നന്ദി പറയാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ അതാണ് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരർത്ഥം. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വെൻ വി അക്നോളജ് വാട്ട് സപ്പോർട്ടഡ് അസ്, ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സപ്പോർട്ടഡ് ഓർ ചലഞ്ച്ഡ് അസ് ഇൻ ദി നെർവസ് സിസ്റ്റം ക്യാൻ ബി സോഫൺ എന്ന് പറയാം, വേണമെങ്കിൽ സോഫൻഡ്. അപ്പൊ അത് നമ്മളുടെ നെർവസ് സിസ്റ്റം അറിയുന്നുണ്ട്, പക്ഷെ നമ്മൾ അത് അംഗീകരിക്കുകയോ പ്രകടിപ്പിക്കുകയോ നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ആ നന്ദിയുടെ ആ ഒരു അംശം മനസ്സിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, തീർച്ചയായും അത് നമ്മളുടെ ഹോൾ ഇയറിന്റെ ഒരു കഴിഞ്ഞ വർഷത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ വർഷങ്ങളുടെ അതിന്റെ ആ മെറ്റബോളിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മളുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും വരും. ഓക്കെ, ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇറ്റ് ടേൺസ് ലീവ്ഡ് എക്സ്പീരിയൻസസ് ഇൻ ടു വിസ്ഡം. അതുകൊണ്ട് അത് നമ്മളുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ അത് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ജീവിച്ചത്. അതേക്കുറിച്ച് പിന്നീട് ഞാൻ പറയാം. സോ വർഷത്തിന്റെ അവസാനം അല്ലെങ്കിൽ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട 3 ചോദ്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻസ്. വാട്ട് ചലഞ്ച്ഡ് മീ ലാസ്റ്റ് ഇയർ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കാം. സുപ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് സസ്റ്റെയിൻഡ് മീ? എന്റെ വെല്ലുവിളികൾ എന്തായിരുന്നു? അതുപോലെ തന്നെ ഞാൻ അതിജീവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ എന്റെ അതിജീവനത്തിന്റെ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? വാട്ട് ഡിഡ് ഐ ലേൺ അബൌട്ട് മൈസെൽഫ്? ഞാൻ എന്നെ തന്നെ കുറിച്ച് അറിയാൻ എന്തുമാത്രം നമുക്ക് സാധിച്ചു? അല്ലെങ്കിൽ ഈ രീതിയിലുള്ളതാണ് നമ്മൾ മറന്നുപോകുന്ന ഒന്നാണ്. എന്നെ കുറിച്ച് തന്നെ എന്തുമാത്രം, എന്നെ കുറിച്ചുള്ള സെൽഫ് അവെയർനെസ്സിനെ കുറിച്ച് ഞാൻ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതേക്കുറിച്ച് നമുക്ക് അവബോധമുള്ളവരാണ് എന്നുള്ളത്. എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് വാട്ട് സപ്പോർട്ടസ് അസ് പീപ്പിൾ? നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ പീപ്പിൾ പ്രാക്ടീസസ്, ദെൻ നമ്മുടെ അനുഭവങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീനിൽ ഉണ്ടായിട്ടുള്ള ആ പോസുകൾ, അല്ലെങ്കിൽ ആ ഇടവേളകൾ, ഇന്നർ റിസോഴ്സസ്, ഇതിനോടെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം. അതിനകത്ത് വരുന്നത് നല്ല ആളുകൾ ഉണ്ടാകാം, ചീത്തയെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് വേണ്ടത്ര പരിഗണനകളോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളവരായിരിക്കാം, സന്തോഷം തരുന്നവരുണ്ടാകാം. എനിവേ, ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കോൺവെർസേഷൻ ആയിരിക്കും, ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ തന്നെ നമ്മളുടെ ഒരു പുതിയ ശീലം നമ്മൾ ശീലിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ശ്രമം, അല്ലെങ്കിൽ എ മൊമെന്റ് ഓഫ് റെസ്റ്റ്. പെട്ടെന്ന് നമ്മളുടെ ആ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ തന്നെ, ഏതെങ്കിലും ഒരു ദിവസമല്ല, എല്ലാ ദിവസങ്ങളിലും എപ്പോഴെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള ആ ഒരു സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത, അല്പം നേരം എവിടെയെങ്കിലും ഇരിക്കാന്, മനസ്സിനെ ഒന്ന് ശാന്തമാക്കാന്, മറ്റ് ഓടി വരുന്ന ആ ചിന്തകളിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സമയത്തേക്ക് അല്പ ഇടവേള കൊടുക്കുന്നതിന്, ഇങ്ങനെയുള്ള അവസരങ്ങളോടും നമ്മൾ നന്ദി പറയാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനോടും എപ്പോഴും നന്ദി ഉള്ളവരായിരിക്കണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളുടെ മുഴുവനായിട്ടുള്ള ഒന്നിനെ, അത് ഒന്നായി നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ നന്ദി പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റൊന്ന്, നമുക്ക് പുതിയ വർഷത്തിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു ഇതാണ്, അതായത് ലെറ്റിംഗ് ഗോ. അതായത് കഴിഞ്ഞ വർഷത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. ഒരു വർഷം നമ്മൾ തീരുമ്പോഴും, നമ്മൾ പുതിയ പ്രതിജ്ഞ എടുക്കുമ്പോഴും, നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും, അല്ലെങ്കിൽ പുതിയൊരു ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും നമ്മളോട് ഒത്തുവരുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മളുടെ ശരീരം, നമ്മളുടെ നെർവസ് സിസ്റ്റം, നമ്മളുടെ ചിന്താഗതികൾ, കണ്ടീഷൻഡ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡ്, അല്ലെങ്കിൽ 10,000 മില്യൺ കണക്കിന് ഇയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കണ്ടീഷൻഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഓഫ് തോട്ട്, ഇതിനെയൊന്നും നമുക്ക് ഉപേക്ഷിക്കുന്നില്ല. പക്ഷെ എവിടെയോ നമ്മൾ ഒരു വർഷത്തിലേക്ക് ഒരു പുതിയ പ്രതിജ്ഞ എടുത്ത് പോകാൻ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ ഒന്നും നമുക്ക് നടക്കുകയും ഇല്ലാതെ വരുന്നുണ്ട്. ഹോണറിങ് ദി ഇയർ ഓൾസോ മീൻസ് അലവിങ് ടു റെസ്റ്റ്. നമ്മൾ കുറേയൊക്കെ വിട്ടുകളയുക, അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ളതല്ല, മാനസികമായിട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ആ ചിന്തകളിൽ നിന്നൊക്കെയുള്ള
ഒരു എന്താണ് ഒരു ബ്രേക്ക് നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അത് ഇതിന്റെ ഒരു ഭാഗമാണ്. വി ഡോണ്ട് ഹാവ് ടു കീപ് ക്യാരിങ് എവറിത്തിങ് ഫോർവേഡ്. അതാണ് നമുക്ക് പുതിയ മനുഷ്യനാകുക അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അറിയുക ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നതിന്റെ കാരണം ആ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മളുടെ അനുഭവങ്ങൾ എപ്പോഴും നമ്മളെ പ്രത്യേകിച്ച് കണ്ടീഷൻഡ് ആയിട്ടുള്ള ആ മൈൻഡിൽ നിന്ന് നമുക്ക് അതിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത ഭാരങ്ങൾ നമ്മള് ഭാണ്ഡങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെ നമ്മൾ മാറ്റാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. സോ അത് ആ ഒരു കംപ്ലീഷൻ ഒരു വർഷത്തിന്റെ അവസാനം നമ്മൾ കംപ്ലീഷൻ വരണം. പക്ഷെ നമ്മൾ അത് മുഴുവനും മറന്നു കളയുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ പഠിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കാൻ സാധിക്കുന്ന ആ ഒരു മനസ്ഥിതിയിലേക്ക് വരണം. ഈ ഒരു മനസ്ഥിതി വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ പുതിയ പ്രതിജ്ഞകളൊക്കെ നമുക്ക് കൂടുതലായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ അതിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. സോ എ ഡിഫറെന്റ് വേ ടു ബിഗിൻ ദി ന്യൂ ഇയർ. ഒരു പുതിയ വർഷം വൈകിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത്? വി ബിഗിൻ ബൈ അറൈവിങ്, നോട്ട് സ്ട്രൈവിങ്. എനിക്കത് ചെയ്യണം, എനിക്കത് നേടണം, അത് ഇതെന്നുള്ളത് ആ ചിന്തയും അതുപോലെ തന്നെ അതിനുള്ള പ്രതീക്ഷകളും അല്ലാതെ നമ്മൾക്ക് എടുക്കേണ്ടത് വളരെ ഏറ്റവും ലാഘവത്തോട് ലൈറ്റ് എന്ന് ഞാൻ പറയാം. ലാഘവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നെഗറ്റീവ് ആണോ എന്ന് എനിക്കറിയത്തില്ല. വി ബിഗിൻ അറൈവിങ്. ഞാൻ പറഞ്ഞു അറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ് എന്നുള്ളത്. നമ്മളുടെ വികാരങ്ങളില്, വിചാരങ്ങളില്, നമ്മളുടെ പെർസെപ്ഷനില്, നമ്മളുടെ ശരീരം ഒരു മൊമെന്റിൽ നിന്ന് വേറൊരു മൊമെന്റിലേക്ക് പോകുമ്പോൾ, ഒരു ദിവസത്തിൽ നിന്ന് വേറൊരു ദിവസത്തിലേക്ക് പോകുമ്പോൾ, ഒരു വർഷത്തിൽ നിന്ന് വേറൊരു വർഷത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അറൈവ് ചെയ്യുകയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള അറൈവിങ് എന്ന് പറയുന്നത്. നോട്ട് സ്ട്രൈവിങ്. ഏതെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിടുക്കങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ എനിക്കത് കിട്ടണമെന്നുള്ള ചിന്താഗതികളും അതിനു വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ നേടിയെടുക്കാനുള്ളത്, പണക്കാരനാകാൻ അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ വേണം, ഈ സമയത്ത് ഇത് വേണമെന്നുള്ള ഇതിനേക്കാൾ കൂടുതൽ പ്രസൻസ്, ഈ നിമിഷത്തിലേക്കുള്ള ആ പ്രസൻസ് ആണ് നമ്മളുടെ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾക്ക് കൂടുതൽ ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ പ്രശാന്തത എന്നത് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മളുടെ ന്യൂ ഇയർ ബിഗിനിങ് എന്ന് പറയുന്നത് ബി പ്രസന്റ്, നോട്ട് ബിക്കമിങ്. ബിക്കമിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, അത് ഓവർകമ്മിങ് ആണ്. എന്തിനേലും മറിച്ച് ചാടി പോകാനുള്ളതാണ്. ബട്ട് മോർ പ്രസന്റ് ആയിട്ട് നമ്മൾ ജീവിക്കാൻ സാധിക്കുന്നതാണ്. ബിഗിനിങ് ബൈ അറൈവിങ്. നമ്മളുടെ വർഷം നമ്മൾ പുതിയതായിട്ട് ബിഗിനിങ് ബൈ അറൈവിങ് ആണ്. നത്തിങ് ഈസ് വേസ്റ്റഡ് വെൻ ഇറ്റ് ഈസ് ഹോണേഡ്. അതാണ് കഴിഞ്ഞ വർഷത്തിലേത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊന്നും വേസ്റ്റ് ആക്കി കളയുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊന്നും തള്ളിക്കളയാതിരിക്കുമ്പോൾ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്നത്, that is one thing that is we are honoring. And at the same time പുതുവത്സരത്തിൽ നമ്മൾ കൂടുതൽ ബീയിങ്ങിലാകാൻ, അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ആകാൻ, ഡൂയിങ്ങിലല്ല കൂടുതൽ ബീയിങ്ങിലാകാൻ, നമ്മളുടെ ആ അസ്തിത്വത്തിന്റെ ആ ലളിതമായ സാരാംശത്തിൽ നമുക്ക് എത്തിച്ചേരാൻ നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തീർച്ചയായിട്ടും അതാണ് നമ്മളുടെ പുതുവർഷത്തിന്റെ ഏറ്റവും വലിയ പ്രതിജ്ഞ അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്തും നമ്മൾ എല്ലാറ്റിനെയും അംഗീകരിക്കാനും ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ പ്രസൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് പുതുവത്സരത്തിന് നമ്മൾക്ക് തന്നെ നൽകാനുള്ള നമ്മളുടെ ആ പുതുവത്സര സമ്മാനം, അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യം അതായിരിക്കണം. സോ വെൻ വി ബിഗിൻ ദി ന്യൂ ഇയർ ഫ്രം റിഫ്ലക്ഷൻ റാദർ ദാൻ പ്രഷർ, സംതിങ് ഷിപ്സ്. അതായത് നമ്മളുടെ പ്രതിജ്ഞകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് അംഗീകരിക്കപ്പെടുവാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതുകൊണ്ട്, ഭാര്യ പറഞ്ഞതുകൊണ്ട്, ഭർത്താവ് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളതല്ല. വിത്തിൻ, അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹത്തിന്റെ മാത്രമല്ല, ഒരു ബാഹ്യമായിട്ടുള്ള പ്രഷർ ആകരുത്. ഉദാഹരണമായിട്ട് നമ്മളുടെ ഓരോ തീരുമാനങ്ങൾ ബാക്കി, ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയാം, ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് ഞാൻ 2025 ഞാൻ തീരുമാനിച്ചു, 26 ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്യപിച്ച് ആ രീതിയിൽ ജീവിച്ച ഒരാൾക്ക് ആ മദ്യത്തിന്റെ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടാകും, അല്ലെങ്കിൽ പുകവലിക്കുന്നവർക്ക് ആണെങ്കിൽ നിക്കോട്ടിന്റെ ആ ഒരു എർജ് ഉണ്ടാകും കിട്ടുന്നതിന് വേണ്ടിയിട്ട്.
പക്ഷെ അവിടെ ഒരു റിവാർഡിങ് സിസ്റ്റം നമ്മളിൽ തന്നെ നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് വഴി അല്ലെങ്കിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ പ്രതിജ്ഞയിൽ നമ്മൾക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബാഹ്യമായിട്ടുള്ളൊരു പ്രഷറിനേക്കാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിഫ്ലക്ഷൻ വഴി കൂടുതലായിട്ട് നമുക്ക് തന്നെ മാറ്റം വരുത്തണമെങ്കിൽ ദ ഹോൾ ബോഡി അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം അറിയണം, നമ്മുടെ മനസ്സറിയണം. ഇതെല്ലാം കൂടിയുള്ള സമഗ്രമായിട്ടുള്ള ഒരു അറിവിന്റെ അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിന്റെ രീതിയിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാം പെട്ടെന്ന് നേടണമെന്നുള്ള ഈ നിമിഷത്തിലെല്ലാം എനിക്ക് കിട്ടണമെന്നുള്ളത് വിട്ടിട്ട് നമ്മൾ കൂടുതലായിട്ട് ഈ നിമിഷത്തിലായിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഓക്കെ, ഐ ഹോപ്പ് I have tried to convince you. Okay, let us have a discussion. Okay. ഓക്കെ സാർ, മെഡിറ്റേഷൻ ഉണ്ടെന്നല്ലോ. Okay, yeah. മെഡിറ്റേഷൻ ഉണ്ടോ നമുക്ക്? മെഡിറ്റേഷൻ നമുക്ക് നടത്താം. അതോടെ കഴിഞ്ഞിട്ട് ഡിസ്കസ്. ഓക്കെ. ഞാൻ തുടങ്ങാനേ. കേൾക്കാമോ സാറേ? കേൾക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ തുടങ്ങാണ്. സാറ് എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്തേരുന്ന. ഓക്കെ. സുഖകരമായി ഇരിക്കുക. നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി വിശ്രമിക്കുവാൻ അനുവദിക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടം മൃദുവാക്കുക. ആദ്യമായി നമുക്ക് ആഴത്തിൽ ഒരു ശ്വാസം എടുക്കുകയും ഒരു ദീർഘമായ ശ്വാസം എടുക്കുകയും സാവധാനം വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ ധ്യാനം ആരംഭിക്കാം. ഇനി 2 പ്രാവശ്യം കൂടി ആഴത്തിൽ ശ്വസിക്കുകയും സാവധാനം നിശ്വസിക്കുകയും ചെയ്യുക.
നിങ്ങളുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന ആ ഇരിപ്പിടം നിലത്ത് ഊന്നിയിരിക്കുന്ന നിങ്ങളുടെ പാദങ്ങൾ നിങ്ങളിരിക്കുന്ന ആ ഭൂമി അവ സ്ഥിരതയുള്ളതും വിശ്വാസനീയവുമാണെന്ന് അനുഭവിച്ചറിയുക. ഓരോ ശ്വാസനിശ്വാസങ്ങളിലും നിങ്ങളുടെ മനസ്സും ശരീരവും കൂടുതൽ ശാന്തമാവുകയും മാനസികമായും ശാരീരികമായും നിങ്ങൾ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുകയും ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ ഈ സമയം സമർപ്പിക്കുക. മൃദുവായ അല്പം ആഴത്തിലുള്ള ശ്വാസനിശ്വാസങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനം തുടരാം. എന്തെങ്കിലും നേടുവാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനോ ഉള്ള വ്യഗ്രതകൾ മാറ്റി ഈ നിമിഷത്തിന്റെ ശാന്തത, സമാധാനം അതനുഭവിക്കുക. ലക്ഷ്യങ്ങൾ മറന്ന് ഈ നിമിഷത്തിൽ മാത്രമായിരിക്കുക. ശ്വാസനിശ്വാസങ്ങളുടെ താളലയത്തിൽ നിങ്ങൾ ലയിക്കുക. കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകിയ എന്തെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കുക. ഒരുപക്ഷെ അതൊരു നിമിഷമായിരിക്കാം, ഒരു വ്യക്തി, ഒരു ചെറിയ ദയ, അല്ലെങ്കിൽ എല്ലാം ശരിയായി എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ഒരു ശാന്തമായ പ്രഭാതം. അത് ഗംഭീരമായിരിക്കണമെന്നില്ല, ഏറ്റവും നിസ്സാരമായി തോന്നി. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണിൽ അത് വ്യക്തമായി കാണുക. ഈ അനുഭവം അല്ലെങ്കിൽ ഈ കാഴ്ച നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഓർമ്മയുടെ ഊഷ്മളത സൃഷ്ടിക്കുന്നുണ്ടോ? അതും അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സിൽ നന്ദിയോടെ പറയുക, ഈ സമ്മാനത്തിന് നന്ദി. നമ്മളുടെ മനസ്സിൽ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടുവരാം. ഒരു ബന്ധത്തിന്റെ
ഒരുപക്ഷെ ഒരു സംഭാഷണത്തിൻ്റെ, നിങ്ങളുമായി പങ്കിട്ട ഒരു ചിരിയുടെ, സൗഹൃദത്തിൻ്റെ അടയാളമായ ഒരു ഹസ്തദാനത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനമായി നിങ്ങൾക്ക് കിട്ടിയ ഒരു വാക്കിൻ്റെ ആ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഇപ്പോൾ എന്ത് അനുഭവപ്പെടുന്നു? ഏതു തരത്തിലുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ സംവേദനങ്ങൾ അനുഭവപ്പെടുന്നു? ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്രകാരം പറയുക: ഈ ബന്ധത്തിന് നന്ദി, ഈ സ്നേഹത്തിന് നന്ദി. ശാന്തമായി ശ്വസിക്കുക. ഓരോ ശ്വാസനിശ്വാസങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്ന ശാന്തിയും സമാധാനവും അനുഭവിക്കുക. അടുത്തതായി, നിങ്ങൾക്ക് അനുഭവപ്പെട്ട വെല്ലുവിളി നിറഞ്ഞ ഒരു അനുഭവത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു ബുദ്ധിമുട്ട്, ഒരു നഷ്ടം, ഒരു കബളിപ്പിക്കൽ, അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ ഒരു നിമിഷം. നാം അതിനെ തള്ളിക്കളയുന്നില്ല, നാം അതിനെ ബഹുമാനിക്കുന്നു. വെല്ലുവിളി നിറഞ്ഞ ഒരനുഭവം നിങ്ങളെ രൂപപ്പെടുത്തി. വളരുവാനും മൃദുവാക്കുവാനും കൂടുതൽ മനുഷ്യനാകുവാനും നിങ്ങളോട് ആവശ്യപ്പെട്ടു. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഏതെങ്കിലും സംവേദനങ്ങളെ മൃദുലമായി അനുകമ്പയോടെ ശ്രദ്ധിക്കുക. സ്വയം നിങ്ങളുടെ മനസ്സിൽ ഇപ്രകാരം പറയുക: ഞാൻ കണ്ടെത്തിയ ശക്തിക്ക് നന്ദി. നേടിയെടുത്ത ജ്ഞാനത്തിനും നന്ദി. കഴിഞ്ഞൊരു വർഷം വെളിച്ചവും നിഴലും, എളുപ്പവും പരിശ്രമവും, ചിരിയും കണ്ണുനീരും എല്ലാം സമ്മാനിച്ചു. അതെന്റെ മനസ്സിലും ശരീരത്തിലും ഉൾപ്പെട്ടിരിക്കുന്നു. എല്ലാറ്റിനും നന്ദി.
ശരീരത്തെ വിശ്രമിക്കുവാൻ അനുവദിക്കുക. ജീവിതത്തിൽ നിങ്ങൾ വളരെ ദൂരം നടന്നു. സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, വിജയങ്ങൾ, പരാജയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. എല്ലാറ്റിനും എല്ലാവരോടും നന്ദി. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ നെഞ്ചിൽ വയ്ക്കുക. ഒരു കൈ മറ്റൊന്നിനു മുകളിൽ വയ്ക്കുക. നെഞ്ചിനോട് ചേർന്നിരിക്കുന്ന കൈയിലെ ആ ചൂട് അനുഭവിക്കുക. ഈ ഹൃദയം വർഷം മുഴുവൻ നിങ്ങളെ വഹിച്ചു. അത് സ്നേഹിച്ചു, പ്രത്യാശിച്ചു, വേദനിച്ചു, സുഖപ്പെടുത്തി. നിങ്ങൾ നിശബ്ദമായി പ്രകാരം പറയുക: ഹൃദയമേ, ഇതെല്ലാം സ്ഥിരമായി മറികടന്നതിന് നന്ദി. എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് നന്ദി. ഈ നിമിഷത്തിന് നന്ദി. ഈ നിമിഷത്തിൽ വീണ്ടും വീണ്ടും എത്തിച്ചേർന്നതിനെ കുറിച്ച് പൂർണ്ണമായും ദയയോടെ നിങ്ങൾ കാണുക. നിങ്ങൾ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എത്തിച്ചേർന്ന ഈ നിമിഷത്തിന്, ആ നിമിഷത്തിന്റെ ശാന്തത അതനുഭവിക്കുക. ശാന്തമായി ശ്വസിക്കുക. ഓരോ നിശ്വാസത്തിലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെ വിട്ടുകളയുക. സമാധാനമായി വിശ്രമിക്കുക.
സാവധാനം ചലിപ്പിക്കുക. നിങ്ങൾ ഇരിക്കുന്ന മുറിയെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചും ഉള്ള അവബോധം വീണ്ടെടുക്കുക. നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ധ്യാനം അവസാനിച്ചു. ഓക്കെ, ഗുഡ് ഈവനിങ് സാർ. റോയ് സാർ പറഞ്ഞു, പുതുവർഷത്തിലെ പഴയ വർഷത്തെ വെക്കാൻ വലിയൊരു അവസരം. റോയ് സാർ പറയും. സാറ് പറഞ്ഞ ഒരു കാര്യങ്ങൾ വളരെയധികം വ്യത്യസ്തമായി ചിന്തിക്കുന്നതിനും മനസ്സിലാക്കാനും ഒരു അവസരമുണ്ട്. സാറ് പറഞ്ഞു ന്യൂ ഇയർ എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെയും ഇതിൻ്റെ എല്ലാം ഫിസിക്കലായിട്ട് നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥയാണ് സാധാരണഗതിയിൽ. സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒക്കെ ഒരു പ്രത്യേക അനുഭൂതിയിലാണ്. സത്യത്തിൽ സാറ് പറഞ്ഞ പോലെ നോട്ട് ബീയിങ് ബെറ്റർ ബട്ട് ബീയിങ് എന്ന ആ ഒരു ഇത്. കാരണം നമ്മളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. എത്രമാത്രം എല്ലാവരും ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അടിച്ചു പൊളിച്ച് ഒരു ന്യൂ ഇയർ ആഘോഷിച്ച് പുതിയ വലിയ തീരുമാനമൊന്നുമില്ല, അങ്ങനെ കൂടുതൽ സന്തോഷകരമായി പോകണം എന്ന ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങ് പോവുകയല്ലാതെ കഴിഞ്ഞകാല അനുഭവങ്ങളോ മറ്റോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. ഏതായാലും ഒരു പുതിയ ഇൻസൈറ്റ് സാർ ഈ കാര്യത്തിൽ വന്നു. ഇത് അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. അതിനുതകുന്ന കുറേ ഗൈഡ് ലൈൻസ് ആണ് സാർ തന്നത്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു റോയ് സാർ. ഡോക്ടർ സുധാകരനുണ്ടോ? സ്നേഹദാമം എന്നൊക്കെ പറയൂ. മാർട്ടിൻ ജോസ് എന്നിട്ടാണല്ലോ. സ്നേഹദാമം ഉണ്ടോ? ഹരി ഒന്നേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും കൃതജ്ഞത എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഗ്രാറ്റിറ്റ്യൂഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്ലസൻസ്, എന്താ പറയുക, ഒരു പ്ലസന്റ് മൈൻഡ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മളറിയാതെ തന്നെ അത് നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ തന്നെ എല്ലാ നെഗറ്റിവിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറയും. കാരണം എല്ലാ നെഗറ്റിവിറ്റിയും ഗ്രാറ്റിറ്റ്യൂഡ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ആരോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതാകേണ്ടത്? പക്ഷെ നമ്മൾ ഈഗോ എന്ന് പറയുന്ന തലത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അവസ്ഥകൾ എന്ന് വെച്ചാൽ വന്ന വഴി മറന്നു പോകുക എന്ന് പറയും, ഒറ്റവാക്കി പറയും അല്ലേ? മലയാളത്തിൽ പറയും വന്ന വഴി മറന്നു പോകും. അപ്പോൾ അത് പോകാതിരിക്കണമെങ്കിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അനുഭവം ഉണ്ടാകണം. നമ്മൾ വന്ന വഴികളിൽ നമ്മളെ സഹായിച്ചവർ അങ്ങനെയുള്ളവരെല്ലാം കരുതി പോകുമ്പോൾ, കഴിഞ്ഞ വർഷം നമ്മളെ സഹായിച്ചവരെ പോലെ ഈ വർഷം നമ്മൾ മറന്നുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഐറണി. ഇത്ര പെട്ടെന്നാണ് ഈ വ്യക്തിക്ക് ഇത്ര മാറ്റം ഉണ്ടായതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള മനോഭാവങ്ങൾ ചുറ്റുപാടുകളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടങ്ങളിൽ അങ്ങനത്തെ സ്വഭാവങ്ങൾ ഇല്ലാത്തവരുണ്ട് കേട്ടോ. നല്ല മനോഹരമായി അത് ആചരിക്കുന്നവരുണ്ട്. കൃതജ്ഞതയും ഗ്രാറ്റിറ്റ്യൂഡും കമ്പാഷനും ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുമുണ്ട്. എന്നാൽ പക്ഷെ ഒരു പ്രായത്തിലെത്തിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ചുറ്റുപാടിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാകാം. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഒരു ഗസ്റ്റ് വീട്ടിൽ വരും, എന്താണ് കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുക, എന്താണ് കൊടുത്തത്? കൊടുത്തതിനേക്കാളും വലുതാണോ കൊണ്ടുവരുന്നത്? നമ്മൾ ചോദിക്കുന്ന പോലെ
എന്തായാലും മനോഹരമായ ഇപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഐ തിങ്ക് മൂന്നാമത്തെ ക്ലാസ് ആണ് ഗ്രാറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടും തോന്നും. നമുക്ക് അങ്ങനെ പോവാം വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. സുധാകരൻ ഡോക്ടർ എന്തെങ്കിലും പറയുന്നു? സ്നേഹിത മാം, ഹരി, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സർ ഞാൻ പറഞ്ഞോട്ടെ. പറയൂ. ഞാൻ കുറെ ദിവസങ്ങളായിട്ട് വളരെ തിരക്കില് ആയിരുന്നു. അത് ഈ ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു മഹാമാരി വരുന്നത് പോലെയായിരുന്നു. കാരണം അത് ബഹളം ഉണ്ടാക്കലും, അത് കള്ളു കുടിക്കലും, ഈ പാപ്പാനിയെ കത്തിക്കലും, രാത്രി മുഴുവൻ കടന്ന് ഭ്രാന്ത് പിടിച്ച് ഓരോ ചാടലും, അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ സ്ഥാപനങ്ങളിലൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഒരുപാട് ഈ സന്തോഷിക്കുന്നു എന്ന് അഭിനയിക്കലായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. ഭയങ്കര അടിച്ചു പൊളിക്കുക. നമ്മളെ എന്താണ് ജ്വല്ലറി ഉടമയൊക്കെ ടി വിയിൽ വന്ന് നമ്മളോട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക, അടിക്കാം, പൊളിക്കാം, കുടിക്കാം, നിങ്ങൾ അങ്ങോട്ട് വരൂ, ടിക്കറ്റ് എടുക്കൂ എന്നൊക്കെ പറയുന്നത് പോലെ ഒന്ന്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ കഴിഞ്ഞുപോയ അനുഭവങ്ങളെ, വർഷങ്ങളെയൊക്കെ നമ്മുടെ കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനത് അത്ര ആഴത്തിൽ ചിന്തിച്ചിരുന്നില്ല. സാറ് കൃതജ്ഞത എന്നൊക്കെ പറയുമ്പോഴും ഒക്കെ അത് നമ്മൾ ഈ ഒഴുക്കിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു, അതിലിപ്പോ കൃതജ്ഞത പറയാൻ എന്താണ് എന്നൊക്കെയുള്ളൊരു ഭാവമാണ്. പക്ഷെ കുറെ പേര് കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടുപോയവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമായി ഇന്ന് നമുക്ക് ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞത്. ശ്രീനിവാസന് ഈ പുതുവർഷം കാണാൻ പറ്റിയില്ല. അതേപോലെ സിനിമ രംഗത്തെ അതേപോലെ വളരെ വളരെ ഒരുപാട് പേര് ഇങ്ങനെ വിട പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും മരിച്ചു പോവാതെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കൃതജ്ഞതയാണല്ലോ. വലിയൊരു കൃതജ്ഞതയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കൃതജ്ഞത ഇല്ലാതെ ഇരിക്കുന്നു. അല്ല, എനിക്കത് വലിയൊരു ഒരു ആ ധ്യാന നിമിഷത്തിലാണ് ഞാനത് ചിന്തിച്ചത്. ഓക്കെ, ഒരുപാട് പേര് കഴിഞ്ഞ വർഷത്തില് ഈ കൃതജ്ഞതയൊന്നും പ്രകടിപ്പിക്കാതെ ദുഃഖിക്കുമ്പോൾ നമ്മൾ ഈ പുതുവർഷം ഇങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് നോട്ട് ബീയിങ് ബെറ്റർ എന്നൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ നമുക്ക് ഒരു ധ്യാനം ത്തോടുകൂടി അത് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ സാറ് പറഞ്ഞ ഒന്നിൽ ഈ നല്ല വാക്കുകൾക്ക് കൃതജ്ഞത പറയുന്നത് പോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിൽ മോശം വാക്കുകൾക്കും കൃതജ്ഞത പറയാമേ നമുക്ക്. കാരണം എനിക്ക് ഈ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഒക്കെ ഞാൻ അത് വിഷമിക്കുകയൊക്കെ ചെയ്തപ്പോഴൊക്കെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യയൊക്കെ എന്നോട് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് നമ്മളത് ആവർത്തിക്കാതിരിക്കാം, അങ്ങനെ പറയാതെ അബദ്ധങ്ങൾ കാണിക്കാതിരിക്കാം, ചെയ്യാതിരിക്കാം, ആ രീതിയിൽ പെരുമാറാതിരിക്കാം എന്നൊക്കെ ഉള്ളത്. അപ്പം നല്ല വാക്കിൻ്റെ ഒപ്പം ചീത്ത വാക്കുകൾക്ക് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അവസരങ്ങളോട് നന്ദി പറയുക. എന്തൊക്കെ അവസരങ്ങളാണ് നമുക്ക് കിട്ടിയത്? നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിഞ്ഞത് വലിയൊരു അവസരമല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ദിനചര്യകൾക്ക് നമുക്ക് ഈ ഇന്നർ റിസോഴ്സസ്, പിന്നെ ഈ നമ്മുടെ ഔട്ടർ പീപ്പിൾ, ഇന്നർ റിസോഴ്സസ് ഒക്കെ നമ്മൾ ആർജിച്ചെടുത്തതാണ്. അതാരും നമ്മളിൽ കൊണ്ട് നിക്ഷേപിച്ചതല്ല, നമ്മൾ ആർജിച്ചെടുത്ത ഇന്നർ റിസോഴ്സസ്. അതുപോലെ ഔട്ടർ പീപ്പിൾ, അതേപോലെ തന്നെ അവസരങ്ങൾ, പിന്നെ ഈ പുതിയ പ്രതിജ്ഞയൊക്കെ. ഈ നമ്മളൊക്കെ സീനിയർ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ പുതിയ പ്രതിജ്ഞ ഇല്ലെങ്കിലും ഈ കുഴപ്പമില്ലാതെ ഈ ഓണറിങ് ദ പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന രീതിയിൽ. പിന്നെ സാറ് പറഞ്ഞു 7 വർഷം കൊണ്ട് നമ്മുടെ ഈ സെൽസ് എല്ലാം പുതുക്കി നമ്മൾ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വലിയൊരു ലോങ് പ്രോസസ്സിൽ നമ്മൾ നിൽക്കുന്നു. വാർദ്ധക്യമൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സാറിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ്സാണ് ഞാൻ കേൾക്കുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ പ്രശാന്ത മുഖം മാറിയിട്ട് സാറിപ്പോൾ ഒരു സന്യാസഭാവത്തിലേക്ക് നീങ്ങുകയും ഈ മുഖത്തെ മഷറുക്കളൊക്കെ അത് ട്രിം ചെയ്ത് കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാവത്തിലേക്ക് മാറി. പുതുമയാണ്. പക്ഷെ എനിക്ക് പണ്ടത്തെ മുഖമായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അതെൻ്റെ ഒരു തോന്നലാണ്. അത് സാറിൻ്റെ മുഖം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുക. അതുപോലെ സാബു സാർ കഴിഞ്ഞ വർഷം കുറേ മുഖഭാവങ്ങൾ മാറ്റി മാറ്റി നമ്മളെ കാണിച്ചിരുന്നു. ഈ ഇത് ബിയേഡഡ് സാബു സാർ, പിന്നെ അതേപോലെ ഞാനത് പറയുന്നില്ല, നമ്മളെല്ലാം കണ്ടതാണല്ലോ. അപ്പം നമ്മളെ മുഖഭാവങ്ങൾ നമ്മൾ നിരന്തരം നവീകരിക്കുന്നത് പോലെ സാർ പറഞ്ഞ പോലെ 7 വർഷം കൊണ്ട് നമ്മുടെ സെൽസ്, ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് സെൽസ് ആർ ഗെറ്റിംഗ് റിന്യൂഡ് ആൻഡ് റിജുവനേറ്റഡ് എന്ന് പറയുന്നില്ല, റിന്യൂഡ് എവരി ഇയർ. അതേപോലെ പുതുവർഷം നമ്മളൊരു സെഞ്ചുറിയുടെ 25 1/4 പൂർത്തീകരിച്ച
ഒരു വർഷം. അപ്പോൾ അത് ഞാൻ എന്നെക്കുറിച്ച് എത്ര പഠിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ റിയലി സർ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേ ഓഫ് വെൽക്കമിങ് ദ ന്യൂ ഇയർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് വളരെ റിച്ച്നെസ് ഉള്ളിൽ തോന്നുന്ന ഒരു സെഷനായിരുന്നു കേൾക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് നമ്മൾ ഇന്ന് നടത്തിയത്. സാർ ഇന്ന് ഒരു മെഡിറ്റേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോയി. കണ്ണടച്ചിരുന്നുള്ള നെഞ്ഞിൽ കൈകൾ വെച്ചുകൊണ്ടുള്ള ഒരു ഭാവം, അതേപോലെ തന്നെ പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ആ ഇന്നർ ലൈറ്റിനെ അങ്ങനെ തിളക്കിക്കൊണ്ടുവരുന്ന ഒരു മെഡിറ്റേഷൻ. എന്തായാലും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ഇത്. എനിക്ക് ഈ ജനുവരി 1-ാം തീയതി കിട്ടിയില്ലെങ്കിൽ പോലും ഇന്ന് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം അത് ഒരു ടോർച്ച് നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ്. അത് ആരോട് നന്ദി പറയണമെന്ന് ചോദിച്ചാൽ എല്ലാത്തിനോടും പറയണം. നല്ലതിനോടും ചീത്തയോടും നമ്മളെ റിഫൈൻ ചെയ്യാൻ കിട്ടിയ എല്ലാ അവസരങ്ങളോടും പറയണമെന്നാണ്. എനിക്ക് വളരെ പ്രയോജനം ചെയ്ത ഒരു സെഷൻ ആയിരുന്നു സാറിൻ്റെ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഐ കൺക്ലൂഡ്. താങ്ക് യു സാർ. സ്നേഹധനം ഹരി എന്തെങ്കിലും പറയുന്നുണ്ട് പറയൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ആന്റണി സാർ, താങ്ക് യു. പുതുവർഷത്തിൽ ഒരിക്കൽ കൂടി ഒരു റിഫ്ലക്ഷൻ സഹായിച്ചത്. നല്ലൊരു പുതുവർഷം ആശംസിക്കുകയും ചെയ്തു. Okay. Thank you, sir. Happy New Year. See you and good night.